പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. മലപ്പുറം ജില്ലയിൽ 6 പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ. പ്രതിവാര ജനസംഖ്യാ റേഷ്യോ 8-ൽ കൂടുതലുള്ള തദ്ദേശ വാർഡുകളിലും ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. പുതിയ കോവിഡ് നിരക്കുകളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിയന്ത്രണങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. പ്രതിവാര രോഗബാധിതരുടെ എണ്ണത്തിൽ ജനസംഖ്യാ റേഷ്യോ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ പ്രകാരമാണ് നിയന്ത്രണങ്ങൾ പുതുക്കി നിശ്ചയിച്ചത്. പ്രതിവാര ജനസംഖ്യാ റേഷ്യോ അഥവാ WPR അടിസ്ഥാനമാക്കി ജില്ലയിൽ 6 പഞ്ചായത്തുകളിലാണ് രോഗബാധിതരുടെ എണ്ണം കൂടുതലുള്ളത്. ഇതനുസരിച്ച് 6 പഞ്ചായത്തുകളിലും സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. ചാലിയാർ, ചുങ്കത്തറ, എടക്കര, മൂർക്കനാട്, പോത്തുകൽ, പുലാമന്തോൾ പഞ്ചായത്തുകളിലാണ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. WPR പ്രകാരം രോഗികൾ കൂടുതലുള്ള തദ്ദേശ സ്ഥാപന വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കൊണ്ടോട്ടി നഗരസഭയിലെ 3, 13, 28 വാർഡുകളും, കോട്ടക്കൽ നഗരസഭയിലെ 18, 31 വാർഡുകളും, മലപ്പുറം നഗരസഭയിലെ 9, 29, 32 വാർഡുകളും, മഞ്ചേരിയിൽ 4, 5, 9, 10, 17, 24, 36, 41, 45, 46, 48 വാർഡുകളും, നിലമ്പൂർ നഗരസഭയിൽ 3, 6, 7, 8, 10, 11, 12, 17, 18, 21, 22, 28, 32 വാർഡുകളും, പെരിന്തൽമണ്ണ നഗരസഭയിലെ 6, 8, 9, 11, 16, 17, 19, 20, 22, 23, 24, 25, 26, 28 വാർഡുകളും, പൊന്നാനി നഗരസഭയിലെ 5, 9 വാർഡുകളും, താനൂർ നഗരസഭയിലെ 7, 8, 10, 17, 34, 35, 41 മുതൽ 43 വരെ വാർഡുകളും, തിരൂർ നഗരസഭയിലെ 6, 7, 16 വാർഡുകളും, വളാഞ്ചേരി നഗരസഭയിലെ 5, 11, 13, 20, 31 വാർഡുകളും കർശന ലോക്ഡൌണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കുമുള്ള പോക്കുവരവുകൾ നിയന്ത്രിത മാർഗത്തിലൂടെ മാത്രമായി പരിമിതപ്പെടുത്തി. പാൽ, പത്രം, മെഡിക്കൽ അനുബന്ധ സ്ഥാപനങ്ങൾ, പെട്രോൾ പമ്പുകൾ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, പാചകവാതക വിതരണം, ടെലികോം, മഴക്കാലപൂർവ്വ ശുചീകരണം, ചരക്കു ഗതാഗതം, ചരക്കുകളുടെ ലോഡിംഗ്, അൺലോഡിംഗ് എന്നിവയും അനുമതി നൽകിയിട്ടുണ്ട്. ഹോട്ടലുകൾ ഹോം ഡെലിവറിക്കായി മാത്രം വൈകുന്നേരം 7 മണി വരെ തുറന്നു പ്രവർത്തിക്കാം. ബാങ്കുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണി വരെ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. അവശ്യവസ്തുക്കളുടെ വിൽപ്പന ഉച്ചയ്ക്ക് 2 മണി വരെ അനുവദിക്കും. ഇത്തരം സ്ഥാപനങ്ങൾ ജീവനക്കാർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പ്രസ്തുത സ്ഥാപനങ്ങളിൽ അനുവദനീയമായ ഗുണഭോക്താക്കളുടെ എണ്ണം സംബന്ധിച്ചുള്ള വിവരങ്ങളും പ്രദർശിപ്പിക്കണം. നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലാകുന്നതിന് മുമ്പായി അതാത് പഞ്ചായത്തുകളിലും നഗരസഭാ വാർഡുകളിലും ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ഉച്ചഭാഷിണിയിലൂടെ പൊതുജനങ്ങളെ അറിയിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു.